ഇന്നിതാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവമായ ഉള്ളിച്ചോറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇത്രയും ചെറിയ ഉള്ളിയും 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ തൊലിച്ച് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒപ്പം തന്നെ ഇത്തിരി പോരം വാളംപുളിയും അതേപോലെ തന്നെ ഒരല്ലി വേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് തിന്നാനൊക്കെ തോന്നും. പക്ഷേ നമ്മൾ തിന്നാൻ പാടുണ്ടാ ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ പിന്നെ വേറെ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഞാനിതാ ഒരു മൺചട്ടി തന്നെ എടുത്തുകൊണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ട്രഡീഷണൽ വിഭവമല്ലേ, അപ്പം മൺചട്ടി തന്നെ ഇരുന്നോട്ടല്ലേ, അതാവും ഒന്നും കൂടെ നല്ലത്. അങ്ങനെ ചട്ടിയൊക്കെ ഇവിടെ ചൂടായി വന്നിക്കണ്. അപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെയ്യിനോട് അത്ര വലിയ മുഹബത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിക്കണത്. അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിൽ എരിവിന് ആവശ്യമായിട്ട് ചതച്ച് വെച്ച മുളക് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടി, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ കരിഞ്ഞിട്ട് സംഭവം ആകാണ്ട് കൊള്ളാവും കേട്ടോ. അപ്പം അതിന് നിൽക്കണ്ട. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ഇത്ര പോരം ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചോറൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നമുക്കിത് നല്ലോണം ഇളക്കിയെടുക്കാം. അങ്ങനെ ഞാനിത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിനുണ്ട് ഒരു അടിപൊളി സ്മെല്ല് വരാൻ, ആളെ കൊതിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്മെല്ല്. അതുകൊണ്ട് തന്നെ ഇത് തിന്നണ കാര്യം പിന്നേക്ക് മാറ്റിവെക്കാനുള്ള ക്ഷമ ഒട്ടുമില്ല. ഈ ചൂടോടെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ ട്രഡീഷണൽ വിഭവം ആയതുകൊണ്ട് ഇവിടെയും ഞാൻ അതിനൊരു കുറവൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് കഴിക്കാൻ മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെയാണ് വിളമ്പിയിട്ടുള്ളത്. അപ്പം മണ്ണിൻ്റെ ചട്ടിയിലിട്ടിട്ട് ഈ ഉള്ളി ഇങ്ങനെ മൂപ്പിച്ച ചോറ് തിന്നാൻ എൻ്റെ പൊന്നോ പ്രത്യേക തരം ഒരു തന്നെയാണല്ലേ. ഇതിലേക്ക് പിന്നെ വേറെ എക്സ്ട്രാ കൂട്ടാൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഞാനിത് ചൂടാറാനൊന്നും നിൽക്കണില്ല. ചൂടോടെ തന്നെ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങളൊക്കെ ഉള്ളിച്ചോറ് ഉണ്ടാക്കൽ ഇതേപോലെ തന്നെയാണോ അതോ വേറെ രീതിയിലാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യോണ്ടിട്ടാ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.